ഭജേ ശൈലപുത്രി ശ്രീ ഹേമാംബജനനി ശാകംബരി സോമവദനി ഭവാനി നിരാലംബ പത്മേ ചതുർവേദനാഥേ നമോ. ശൈലപുത്രി ദേവി നവദുർഗാ ഭാവങ്ങളിൽ ഒന്നാമത്തെ ഭാവമാണ് ശൈലപുത്രി. നവരാത്രിയിൽ ആദ്യ ദിവസമായ പ്രഥമയ്ക്കു ദുർഗാദേവിയെ ശൈലപുത്രി ഭാവത്തിൽ ആരാധിക്കുന്നു. ഹിമവാന്റെ മകളാണ് ശൈലപുത്രി. ശൈലം എന്നുവെച്ചാൽ പർവ്വതം, ഹിമാലയം. സതി, ഭവാനി, പാർവതി മാത, ഹൈമവതി മാത എന്നീ നാമങ്ങളിലും ശൈലപുത്രി ദേവി അറിയപ്പെടുന്നു. ദക്ഷ പ്രജാപതിയുടെ മകളായാണ് ദേവി ആദ്യം അവതരിച്ചത്. സതി എന്നായിരുന്നു ദേവിയുടെ നാമം. ദക്ഷയാഗഭൂമിയിൽ വെച്ച് ശിവനിന്ദ ശ്രവിക്കാൻ ഇടവന്ന സതി അഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. പർവ്വതരാജനായ ഹിമവാന്റെ മകളായാണ് ദേവി പിന്നീട് അവതരിച്ചത്. പർവ്വതരാജന്റെ മകളായതിനാൽ പാർവതി എന്നും ഹിമവാന്റെ മകളായതിനാൽ ഹേമവതി എന്നും ദേവിക്ക് നാമങ്ങളുണ്ട്. നവരാത്രിയിലെ ആദ്യ ദിവസം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നുചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവിയേന്തിയിരിക്കുന്നു. ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. പൂർവജന്മത്തിലെ സതീദേവിയെ പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാംഗിനിയാണ്. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രി യശസ്വിനി. ഈ മന്ത്രം ഭക്തിപൂർവം ശൈലപുത്രിയായ ദേവിയെ സങ്കല്പിച്ചു ജപിക്കുക. സർവ അഭീഷ്ടങ്ങളും സാധിക്കും. കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ നവരാത്രി ആരംഭിക്കുകയായി. അറിവിൻ്റെ ഉത്സവമാണ് നവരാത്രി.